ഇന്ത്യ-യു.എസ് വ്യാപാര കരാറിൽ അന്തിമ തീരുമാനമായതിനു പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു.എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. നിർണായക ധാതുക്കളുടെ പര്യവേഷണം, ഖനനം, സംസ്കരണം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രിയുടെ യു.എസ് സന്ദർശനത്തിന് ഇടയായിരുന്നു കൂടിക്കാഴ്ച. വ്യാപാരം, ഊർജം, ആണവശക്തി, പ്രതിരോധം, അപൂർവ ധാതുക്കൾ, സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവയുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കാര്യങ്ങൾ ചർച്ചയിൽ ഉൾപ്പെട്ടതായി ജയശങ്കർ വ്യക്തമാക്കി. വിവിധ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള യോഗങ്ങൾ കഴിയുന്നത്ര വേഗം നടത്താൻ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായി വിദേശകാര്യമന്ത്രി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലെത്തിയ ഇന്ത്യ-യു.എസ് വ്യാപാര കരാറിനെ റൂബിയോയും ജയശങ്കറും സ്വാഗതം ചെയ്തതായി പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പിഗോട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നമ്മുടെ ജനാധിപത്യ രാജ്യങ്ങൾ പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുന്നതിനും ഊർജ സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞതായി ടോമി പിഗോട്ട് പറഞ്ഞു. ക്വാഡിലൂടെ ഉഭയകക്ഷി, ബഹുകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതിൽ തങ്ങളുടെ പ്രതിബദ്ധത പ്രകടിപ്പിച്ച് സെക്രട്ടറി റൂബിയോയും മന്ത്രി ജയശങ്കറും തങ്ങളുടെ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചതായും ഉഭയകക്ഷി താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇൻഡോ പസഫിക് മേഖല നിർണായകമാണെന്ന കാര്യം ഇരു നേതാക്കളും സൂചിപ്പിച്ചതായും പിഗോട്ട് കൂട്ടിച്ചേർത്തു. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇന്ത്യയും യു.എസും ഒരു വ്യാപാര കരാറിന് അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജയശങ്കറും റൂബിയോയും കൂടിക്കാഴ്ച നടത്തിയത്. റൂബിയോയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടക്കുന്ന ക്രിട്ടിക്കൽ മിനറൽസ് മിനിസ്റ്റീരിയലിൽ പങ്കെടുക്കുന്നതിനായാണ് ജയശങ്കർ യു.എസിലെത്തിയത്. ഫെബ്രുവരി 2 മുതൽ 4 വരെ തീയതികളിലായി നടക്കുന്ന സന്ദർശന വേളയിൽ ജയശങ്കർ യു.എസ് ഭരണകൂടത്തിലെ മുതിർന്ന അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു.